പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദത്തിന് പിന്നാലെ 2 വിദ്യാർത്ഥികൾ കൂടി സ്കൂൾ വിടുന്നു. 2ലും 3ലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ടി.സിക്കായി അപേക്ഷ നൽകി. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഈ തീരുമാനം. സെന്റ് റീത്താസ് സ്കൂളിൽ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് എനിക്കുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു കോൺട്രവേഴ്സിയൊക്കെ നടക്കുന്നത് അറിയാലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എൻ്റെ മക്കൾ അവിടെ പഠിക്കുമ്പം എനിക്ക് സത്യത്തിൽ മാനസികമായിട്ട് നല്ലൊരു ഭയപ്പാടുണ്ട്. കാരണം അവിടുത്തെ ഒരു പ്രിൻസിപ്പളും ടീച്ചേഴ്സും എടുക്കുന്നൊരു നിലപാട്, ടീച്ചേഴ്സല്ല PTA പ്രസിഡൻറ്റിനാരും പറയേണ്ടവരും, അവരെടുക്കുന്ന ഇപ്പോഴത്തെ ഒരു നിലപാട് അത് നമ്മൾക്ക് ദോഷമായിട്ട് വരുമോ എന്നുള്ളൊരു ഭയപ്പാടിപ്പുണ്ട്. ഉന്മേഷ്, സെന്റ് റീത്താസ് സ്കൂളിൽ നിലവിൽ നടക്കുന്ന വിവാദം തന്നെയാണ് ഈ 2 കുട്ടികൾ കൂടി സ്കൂൾ വിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2ലും 3ലും പഠിക്കുന്ന കുട്ടികളാണ് സെന്റ് റീത്താസ് സ്കൂളിൽ നിന്ന് ഇപ്പോൾ TC വാങ്ങാൻ അപേക്ഷ നൽകിയിരിക്കുന്നത്. ആ കുട്ടികളുടെ രക്ഷിതാക്കളുമായി സംസാരിച്ചു. തോപ്പുംപടി സ്വദേശിയായ ഫിർദോസും അതോടൊപ്പം തന്നെ ജസ്ന, ഇവരുടെ മക്കളായ 2ലും 3ലും പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പോൾ അവിടെ നിന്നും TC വാങ്ങി മറ്റു സ്കൂളിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച TCക്ക് അപേക്ഷ നൽകി. ബുധനാഴ്ച തൊട്ട് തന്നെ TC ലഭിക്കും. അതിനുശേഷം മറ്റു സ്കൂളിലേക്ക്, അതായത് ഇപ്പോൾ അവർ ലേഡീസ് കോൺവെന്റ് എന്ന തോപ്പുംപടിയിലെ ഒരു സ്കൂളിലേക്കാണ് ഇപ്പോൾ ചേർക്കാൻ പോകുന്നത്. ആ സ്കൂൾ അധികൃതരുമായി സംസാരിച്ചു. അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഈ ശിരോവസ്ത്ര വിവാദത്തെ തുടർന്നാണ് ഇപ്പോൾ ആ തീരുമാനമെടുത്തിരിക്കുന്നത്. 8ാം ക്ലാസ് കുട്ടിക്ക്, 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തീരുമാനം. അതോടൊപ്പം തന്നെ ഇപ്പോൾ അവർ ലേഡീസ് കോൺവെന്റ് സ്കൂളിൽ ഈ കുട്ടികൾക്കുള്ള മൗലികാവകാശം അവിടെ സംരക്ഷിക്കപ്പെടുമെന്ന ഉറപ്പ് സ്കൂൾ അധികൃതർ നൽകിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ വലിയ വിവാദം നടക്കുന്നുണ്ട്. മാത്രമല്ല പള്ളുരുത്തി സ്കൂളുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഇപ്പോൾ തുടരുകയാണ്. പ്രത്യേകിച്ചും ഈ ഹിജാബ് വിവാദത്തിൽ തുടർന്ന് പിന്നീട് മാനേജ്മെന്റും PTA അധികൃതരും എടുത്ത നിലപാട് ഇവരെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം എന്നതും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ PTA പ്രസിഡന്റും കൂടാതെ ഈ സ്കൂൾ മാനേജ്മെന്റും ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പല പരാമർശങ്ങളും വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ആ കുട്ടിയുടെ, ഈ 2ലും 3ലും പഠിക്കുന്ന കുട്ടികളുടെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിന് സെന്റ് റീത്താസ് സ്കൂളിലെ പഠനം അത് ഗുണകരമാവില്ല എന്ന ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനമെടുത്തെന്നാണ് മാതാപിതാക്കൾ 24 വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അവർ ലേഡീസ് എന്ന മറ്റൊരു തോപ്പുംപടിയിലെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റി ചേർക്കുന്നത്. എന്തായാലും ആ സ്കൂൾ അധികൃതരുമായി സംസാരിച്ചു. ആ നടപടികൾ ഇപ്പോൾ നടത്തി വരികയാണ്. 2ലും 3ലും പഠിക്കുന്ന കുട്ടികളാണ്. ഈ അധ്യയന വർഷം ഇനിയും പൂർത്തിയാക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ തന്നെ വേഗത്തിൽ തന്നെ ഈ ഒരു തീരുമാനം എടുക്കാൻ അവർ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ അവർ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും വൈകാതെ തന്നെ ഒരുപക്ഷേ ബുധനാഴ്ച തന്നെ അവർ TC വാങ്ങി മറ്റു സ്കൂളിലേക്ക് പോകുമെന്നാണ് അവരുടെ രക്ഷിതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.